ഇന്ന് വളരെ പ്രചാരത്തിലുള്ളൊരു ഡയറ്റാണ് ജ്യൂസ് ഡയറ്റ് അല്ല, ജ്യൂസ് ക്ലെൻസസ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ജ്യൂസ് മാത്രം ഒരു ദിവസം കുടിച്ചിട്ട് ഞാൻ തടിയൊന്ന് കുറക്കാൻ നോക്കുകയാണ്, അതിനെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ ഫലങ്ങളുണ്ടോ എന്നൊക്കെ. ഒരു 3 ദിവസം തൊട്ട് 7 ദിവസം വരെ തുടർച്ചയായിട്ട് വെജിറ്റബിൾ ജ്യൂസ് മാത്രം കഴിച്ചുകൊണ്ടുള്ളൊരു ഡയറ്റിംഗ് രീതിയാണത്. അത് നമ്മളെ ശരീരത്തെ ശുദ്ധിയാക്കാനും ഡീടോക്സിഫൈ ചെയ്യാൻ ക്ലീൻ ആക്കാനും അതുപോലെ വെയിറ്റ് ലോസിനും സഹായിക്കും എന്നാണ് പറയുന്നത്. ഇതിന് ആരോഗ്യപരമായി ഗുണമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് നടത്തിയൊരു ന്യൂട്രിയൻ സ്റ്റഡിയിൽ പറയുന്നത് ഇതിന് റിവേഴ്സ് എഫക്റ്റ് ആണെന്നാണ്. ഇത് ക്ലീൻ ചെയ്യല്ല ചെയ്യുക, മറിച്ച് അശുദ്ധിയാക്കുകയാണ് ചെയ്യുകയെന്ന് പറയുന്നത്. നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളുണ്ട്, ചീത്ത ബാക്ടീരിയകളുണ്ട്. ഇതിനെ വളരെ വേഴ്സായിട്ടുള്ള വളരെ മോശമായ രീതിയിലേക്ക് ഇത് ആൾട്ടർ ചെയ്യുമെന്നാണ് പറയുന്നത്. നീർവീക്ക് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളായിട്ടുള്ള പ്രോട്ടിയോ ബാക്ടീരിയ പോലത്തുള്ള ഡേഞ്ചറസ് ബാക്ടീരിയകൾ ഈ ഡയറ്റിങ്ങിലൂടെ കൂടിയാണ് ചെയ്തത്. ഫേമിക്കുലേറ്റ്സ് എന്നൊക്കെ പറയുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഇതിനകത്ത് നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഹെൽത്തി ഫാറ്റ് ഇല്ല, പ്രോട്ടീൻ ഇല്ല, പിന്നെ ചില കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മറ്റ് കാര്യങ്ങളില്ലാതെ ആയതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഡയറ്റ് ഫോളോ ചെയ്യണോ? വേണ്ട. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള മറ്റെല്ലാ പ്രോട്ടീനും ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തോടൊപ്പം നമുക്ക് ജ്യൂസ് ട്രൈ ചെയ്യാം.